മെസ്സേജിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ആരാധനയാണ്, വേർഷിപ്പാണ്. പ്രൈസ് ലോർഡ്. ഞാൻ ഈ മെസ്സേജ് തുടങ്ങുന്ന മുമ്പേ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. നാം അർപ്പിക്കുന്ന നമ്മുടെ ആരാധന, നമ്മൾ സൺഡേ വരുന്നു, നമ്മൾ വെനസ്ഡേ വരുന്നു, നമ്മൾ ശനിയാഴ്ച കൂടി വരുന്നു. നാം അർപ്പിക്കുന്ന ഓരോ ആരാധനകളും സ്തുതികളും ദൈവത്തിന് ഹിതപ്രകാരമാണോ അല്ലേന്ന് നാം എന്നും ഒരു എക്സാമിൻ ചെയ്യുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ നാം ദൈവസന്നിധിയിൽ വന്ന് ആരാധിക്കുന്ന ഈ ആരാധന കർത്താവിന് ഹിതപ്രകാരമുള്ളൊരു ആരാധനയാണോ ഓ നമ്മൾ ആരെയും കാണിക്കുവാനുള്ള ആരാധനയാണോ നമ്മൾ ശോധന ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ആരാധന ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് ദൈവമക്കൾക്ക്. അപ്പം അബ്രഹാമിനെ ദൈവം മെസ്സപ്പൊട്ടോമിയ എന്ന് വിളിച്ച് ആ ദൈവശബ്ദം കേട്ട് ആ ദൈവത്തെ പിൻപറ്റി അബ്രഹാമിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു ഗ്രേറ്റ് നേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഗ്രേറ്റ് നേഷൻ്റെ പുറകിൽ എന്തായിരുന്നു? ഈ ഒരു കൂട്ടം തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ അവർ എന്നെ ആരാധിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. അതാണ് മിസ്രൈമിൽ കിടന്ന ഇസ്രായേൽ മക്കൾ, അടിമയിലായിരുന്ന ഇസ്രായേൽ മക്കളെ മോശയിൽ കൂടെ ദൈവം അവരോട് പറയുന്ന രാജാവിനോട് പറയുന്ന ഒരു ഇതാണ്, എന്താണ്? എൻ്റെ ജനത്തെ വിട്ടുകൊടുക്കുവിൻ, അവരാരാധിക്കട്ടെ, അല്ലേ? സോ അൾട്ടിമേറ്റ്ലി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും, ആരാധന ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അങ്ങനെയാണെങ്കിൽ നാം ഓരോ ഞായറാഴ്ചകളിലും ഓരോ മീറ്റിങ്ങിലും നാം ദൈവസന്നിധിയിൽ പോയി ആരാധിക്കുന്ന ആരാധന ദൈവത്തിന് ഹിതപ്രകാരമുള്ളൊരു ആരാധനയാണോ അല്ലേ? വെദർ അവർ വർഷിപ്പ്, whether our sacrifice is acceptable unto the Lord, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ റോമൻസ് അതിൻ്റെ 12 ഒന്ന് വായിച്ച് സഹായിക്കുക. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായുള്ള യാഗമായി സമർപ്പിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് ലേഖനത്തിൽ ദൈവമക്കളോട് പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആൻഡ് സോ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ പ്ലീഡ് വിത്ത് യു ടു ഗീവ് യുവർ ബോഡി ടു ഗോഡ് because of all what he has done for you. ഇവിടെ പൗലോസ് നമ്മളോട് പറയുകയാണ്, ദൈവമക്കളെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ ശരീരം ദൈവത്തിന് അർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. സോ വേർഷിപ്പിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഭാഗമാണ് ദൈവത്തിന് നമ്മുടെ ഈ ശരീരം സമർപ്പിക്കുക. അപ്പം നമ്മൾ ആരാണ്? അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യം. നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിലും ക്രിസ്തുവിനൊപ്പോൾ ചേർന്നിരിക്കുന്ന ദൈവമക്കളാണ്. നമ്മൾ വ്യക്തിപരമായി അറിയണം നമ്മൾ ആരാണെന്ന്. അത് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. വി ആർ കോൾഡ് ജനറേഷൻ. ദൈവം വിളിച്ച് വേർപെടുത്തിയ ദൈവമക്കളാണ് നാം. അതുമാത്രമല്ല, ദൈവം വി ആർ ബോൺ അഗെയിൻ പീപ്പിൾ. നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. വി ആർ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്. അപ്പം നമ്മുടെ പ്രത്യേകത, നമ്മൾ ദൈവത്തിൻ്റെ ശിഷ്യന്മാരാണ്. അതുമാത്രമല്ല, നാം ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും അതുപോലെ നാം ക്രിസ്തുവിൻ്റെ സഭയുമാവുന്നു. അപ്പം നമ്മളെ തിരഞ്ഞെടുത്തേം കൊണ്ട് നമ്മുടെ പേർപ്പസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് പ്രയോറിറ്റി ഇതാണ്, ഈ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വന്ന് ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നാം അർപ്പിക്കുന്ന ഓരോ ആരാധനയും അത് വളരെ സെറ്റ് സ്റ്റാൻഡേർഡ് ആയിരിക്കുന്ന ആരാധനയായിരിക്കണം. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എന്താണ്? ലെറ്റ് ദം ബി ലിവിങ് ആൻഡ് ഹോളി സാക്രിഫൈസ് ദ കൈൻഡ് വിൽ ഫൈൻഡ് അക്സെപ്റ്റബിൾ അൺടു ദ ലോർഡ്. അപ്പം നമ്മുടെ ആരാധനയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പഴയ നിയമത്തിൽ യാഗം അർപ്പിക്കുമ്പോൾ അതിനൊരു സെറ്റ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് എന്താണ്? ആ സ്റ്റാൻഡേർഡ് പുരോഹിതൻ യാഗമർപ്പിക്കാൻ കൊണ്ടിരുന്ന വസ്തുവിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ ഇൻസ്പെക്ട് ചെയ്ത് അത് യാഗത്തിന് യോഗ്യമായ ഒരു വസ്തുവായിരിക്കണം.
അപ്പൊ അങ്ങനത്തെ ഒരു യാഗമേ ദൈവം പഴയ നിയമത്തിൽ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പുതിയ നിയമത്തിൽ നമ്മുടെ ഈ ശരീരം ക്രിസ്തുവിനു വേണ്ടി യാഗമായി സമർപ്പിക്കുമ്പോൾ ആ ശരീരം ഒന്ന്, ഇറ്റ് ഷുഡ് ബി ലിവിങ്, രണ്ട്, ഇറ്റ് ഷുഡ് ബി ഹോളി. ഈ രണ്ടുമല്ലാത്ത ആരാധന ആ ദൈവത്തിന് അക്സെപ്റ്റബിൾ അല്ല. അതിനർത്ഥം എന്താണ്? നമുക്ക് മരണം വരെയും ആരാധിക്കാം, ഒരു കുഴപ്പമില്ല. എല്ലാ ഞായറാഴ്ചയും വന്ന് നമുക്ക് ആരാധിക്കാം. പക്ഷെ അത് ജീവനും വിശുദ്ധിയുള്ള ഒരു ആരാധനയല്ലെങ്കിൽ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതാണ് പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ലെറ്റ് ദോസ് സാക്രിഫൈസ് ബി എ ലിവിങ് ആൻഡ് ഹോളി വിച്ച് ഈസ് അക്സെപ്റ്റബിൾ. അങ്ങനത്തെ ഒരു സാക്രിഫൈസ് ആണ് ദൈവം വേർഷിപ്പായി കൺസിഡർ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഹോളി നമുക്ക് എല്ലാവർക്കും അറിയാം. നാം തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരിക്കുന്നതും കൊണ്ട് വിശുദ്ധിയോടെ നമ്മളെ കാക്കുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? ഈ ക്രിസ്തു നമ്മളെ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. നാം ക്രിസ്തുവിൻ്റെ ആലയമാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കുന്ന ശരീരമാണ്. നാം ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ജനം. വി ആർ റിഡീംഡ് ഫ്രം ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വി ആർ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് നമ്മുടെ ഈ ശരീരം ഹോളിയായി ഉപയോഗിക്കണം. ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ച ഈ ന്യൂനെസ് ഓഫ് ലൈഫ്, പുതുക്കം ലഭിച്ച ഈ ശരീരം വിശുദ്ധിയോടെ നാം കാക്കണം. പ്രൈസ് ദി ലോർഡ്. വി ആർ റോയൽ പ്രീസ്റ്റ്ഹുഡ്. ഞാൻ വാക്യങ്ങളൊന്നും എടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വി ആർ എ പ്യുവർ ബ്രൈഡ് ഫോർ ദ ബ്രൈഡ് ഗ്രൂം. നാം മണവാളന്റെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനാണെങ്കിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനം വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ വന്ന് അർപ്പിക്കുന്ന ആരാധനയാണ് ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നത്. അങ്ങനാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതുവരെയും ഒരു പക്ഷേ നിങ്ങൾ ഒരു വർഷമായിട്ടേ ഉണ്ടാകത്തുള്ളൂ ഈ വിശ്വാസത്തിൽ. ചിലവർ 5 വർഷമായി കാണും, 10 വർഷമായി കാണും, 20 വർഷമായി കാണും, 50 വർഷമായി കാണും. ഇത്രയും വർഷം ഞാൻ ദൈവസന്നിധിയിൽ പോയി അർപ്പിച്ച ആരാധനയെല്ലാം ദൈവം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ? അപ്പം നിങ്ങൾ ചിലപ്പം എന്നോട് ചോദിക്കുന്ന ചോദ്യം, പാസ്റ്റർ എനിക്ക് വണ്ടിയുണ്ട്, 2 വണ്ടി 3 വണ്ടി, വീടുണ്ട്, സ്ഥലമുണ്ട്, ബാങ്ക് ബാലൻസ്, അപ്പം ഇതൊക്കെ ആരാധിച്ചിട്ടല്ലേ കിട്ടുന്നേ? ചോദിക്കാറുണ്ട്. ഇത് ആരാധിച്ചിട്ട് കിട്ടണമെന്നില്ല. ഇത് ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് ആണ്, ഒരു കൃപ, കൈൻഡ്നെസ് ടുവേർഡ്സ് അസ്. അല്ലാതെ നമ്മൾ ആരാധിച്ചതും കൊണ്ട് കിട്ടിയതൊന്നുമല്ല. അല്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള അംബാനിയും പിന്നെ നിങ്ങളുടെ ജർമ്മനിയിലുള്ള പണക്കാരൊക്കെ ആരാധിച്ചിട്ടാണോ ഇത് കിട്ടുന്നത്? അല്ല. ഇറ്റ്സ് ഗ്രേറ്റ്. ദൈവത്തിൻ്റെ ഒരു കരുതലാന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ, നമുക്ക് വീടുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ. പക്ഷെ നമ്മളെ വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ പുറകിൽ അവൻ്റെ രക്തം, അവസാനത്തെ രക്തം ചിന്തി അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതിൻ്റെ പുറകിൽ എന്താണെന്നറിയാമോ? നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ ഒരു സെപ്പറേറ്റ് ചോസൻ ജനറേഷൻ ആക്കി മാറ്റിയേക്കുന്നതിൻ്റെ പുറകിൽ ഒരു കാരണമേ ഉള്ളൂ. അതാണ് ആ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ. ആ ആരാധന ജീവനും വിശുദ്ധിയുള്ളതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഈ ജീവൻ എന്താണ്? വാട്ട് ഈസ് ലിവിങ്? അതിൻ്റെ റോമൻസ് അതിൻ്റെ 12-9 വാക്യം ഒന്ന് വായിച്ചേ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. മതി. ഇവിടെ ഇംഗ്ലീഷിൽ ഇച്ചിരിയും കൂടെ ഡോണ്ട് ജസ്റ്റ് പ്രിറ്റൻഡ് ലവ് നയിതേക്കുന്ന അതേഴ്സ്. ഡോണ്ട് പ്രിറ്റൻഡ് ലവ്. പൗലോസ് ദൈവമക്കളോട് പറയുകയാണ്, നമ്മളോട് പറയുകയാണ്, ഡോണ്ട് ജസ്റ്റ് പ്രിറ്റൻഡ് ലവ്. പ്രകടനം, വി പ്രിറ്റൻഡ് ലവ് അല്ലേ? നമ്മുടെ ആരാധനയും ചില സമയത്ത് പ്രിറ്റൻഡിങ് തോന്നിട്ടൊന്ന് നിങ്ങൾക്ക്? ആരാധിക്കണമെന്നില്ല, പക്ഷേ എക്സോട്ടർ, വേർഷിപ്പ് ലീഡർ കരങ്ങൾ ഉയർത്തി നിങ്ങളിൽ പകർന്നിരിക്കുന്ന അഭിഷേകം കൊണ്ട് ആരാധിക്കാൻ പറയുമ്പോൾ ഒരു ആരാധന വെളിപ്പെടുന്നതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അത് ദൈവസന്നിധിയിൽ നമുക്ക് പ്രകടനം ആരാധന. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോട് ക്ഷമിക്കണം, ഞാൻ ഇച്ചിരി എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് തന്നിരിക്കുന്ന ശുശ്രൂഷ ഇങ്ങനത്തെയാണ്. അല്ലാതെ ചെങ്കടൽ 2 യോർദാൻ പറ്റിച്ചെന്നൊന്നും എന്നോട് പറയാൻ പറഞ്ഞിട്ടില്ല. 2 വർഷമായിട്ട് ഞാൻ അങ്ങനത്തെ ഒരു മെസ്സേജ് സഭയെ പറഞ്ഞിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം വേണ്ടിയാണെങ്കിൽ പറ്റിക്കും, ചെങ്കടൽ പറ്റിക്കും, യോർദാൻ പറ്റിക്കും. നമുക്ക് വേണ്ടി വേണേ 2 ചെങ്കടൽ 2 മാറ്റും, വേണേ ഏലിയാവ് പോലെ നമ്മളെ പോഷിപ്പിക്കും. അതൊന്നും ദൈവത്തിന് വിഷയമുള്ള കാര്യമൊന്നുമല്ല.
പക്ഷെ വീണ്ടെടുക്കപ്പെട്ട ജനത്തിൻ്റെ ആരാധന ദൈവത്തിനൊരു പ്രയോറിറ്റിയാണ്, അതൊരു സീരിയസ് ബിസിനസ്സാണ്. മനസ്സിലായി? അപ്പോൾ ആ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നാം അർപ്പിക്കുന്ന ഈ ആരാധനയുടെ അപ്പം ഇവിടെ പൗലോസ് പറയുന്നത് ലവ്, ഡു നോട്ട് ജസ്റ്റ് പ്രിറ്റൻഡ് ലവ് അതേഴ്സ്. അപ്പം നാം ദൈവസന്നിധിയിൽ ചില സമയത്ത് നാം ആരാധിക്കുന്ന ആരാധന ജസ്റ്റ് പ്രിറ്റൻഡാ. ദൈവദാസൻ നോക്കുന്നുണ്ടോ? എന്നാൽ 2 കൈ എക്സ്ട്രാ അടിച്ച് ആരാധിക്കാം. അല്ലെ ഒപ്പം ഇരിക്കുന്നവൻ എന്തു പറയും? നമ്മൾ ആരാധിച്ചില്ലേ, അവൻ പാവം ചെയ്തിട്ട് വന്നല്ലേ, അവൻ തെറ്റ് ചെയ്ത് വന്നതുകൊണ്ട് നമ്മൾ അവനെ കാണിക്കാൻ വേണ്ടി അല്ലെ അവളെ കാണിക്കാൻ വേണ്ടി ആരാധിക്കുന്നു. ആ ആരാധന ആരാധിച്ച് നമുക്ക് ജീവിതകാലം പോവാം, പക്ഷെ ആ ദൈവം അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇപ്പം നമുക്ക് ഇച്ചിരിയും കൂടെ ഫെസിലിറ്റി കിട്ടിയിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് സഭകളിൽ ഇപ്പം വേർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട്. അതൊരു വേർഷിപ്പ് ലീഡേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് അവർ പാട്ടും പ്രിപ്പയർ ചെയ്ത് അവർ നമ്മളെ ആരാധിപ്പിക്കുവാനുള്ള വാക്യങ്ങൾ എടുത്തു വന്ന് അവർക്ക് ലഭിക്കുന്ന ആ സമയത്തിനുള്ളിൽ അവരെങ്ങനെയും നമ്മളെ ആരാധിപ്പിക്കാൻ നോക്കും. എൻ്റെ ഒരു ചോദ്യം ഇതേ ഉള്ളൂ, നമ്മുടെ രക്ഷയുടെ വില നമുക്കറിയുകയാണെങ്കിൽ നമ്മളെ ആരെങ്കിലും ആരാധിപ്പിക്കണോ? ഇരുട്ടിൽ കിടന്ന് നമ്മളെ, പാവത്തിൻ്റെ ബന്ധനത്തിൽ കിടന്ന് നമ്മളെ, ഒന്നിനും കൊള്ളാത്ത നമ്മളെ, ജീവിതം മൊത്തം പാവത്തിൻ്റെ ബന്ധനത്തിൽ കിടന്ന് നമ്മളെ വീണ്ടെടുത്ത് അവൻ്റെ ശരീരം കൊടുത്ത് വീണ്ടെടുത്തു. അവൻ ആ ക്രൂശിൽ കയറി ശപിക്കപ്പെട്ടവനായിട്ട് നമ്മുടെ ശാപമെല്ലാം വഹിച്ച് ഒരു വീണ്ടെടുപ്പുകാരനായി നമുക്ക് വേണ്ടി വന്ന് നമ്മളെ രക്ഷിച്ച ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നിങ്ങളുടെ സഭയിലുള്ള ദൈവദാസൻ നിങ്ങളോട് പറയണോ, ശബ്ദത്തിൽ ആരാധിക്കൂ, കരങ്ങൾ ഉയർത്തി ആരാധിക്കൂ? വേണോ? വേണ്ട. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് നമ്മുടെ രക്ഷ എന്താന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഞാൻ സഭയിൽ പറയാറുണ്ട് ദൈവമക്കളോട്, ദൈവമക്കൾ രക്ഷിക്കപ്പെട്ടു ശരിയാ, സ്നാനപ്പെട്ടു ശരിയാ, സഭയോടൊപ്പോൾ ചേർന്നു ശരിയാ, പക്ഷെ വേർപെട്ട ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, നമുക്ക് എന്താണെന്നറിയാമോ, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ക്രിസ്തു നമ്മളിൽ കൂടെ വെളിപ്പെടുത്തുവാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നത് എന്താ? ഡോണ്ട് പ്രിറ്റൻഡ് ലവ് അതേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചിന്തകളെ അറിയുന്ന ദൈവം, നമ്മുടെ അടുത്ത മിനിറ്റ് എന്താ സംസാരിക്കാൻ പോകുന്ന അറിയുന്ന ദൈവസന്നിധിയിൽ നാം അർപ്പിക്കുന്ന ആരാധന എന്തിനാ പ്രകടനമാവുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇതൊരു സീരിയസ് ടോപ്പിക്കാണ്. ഇത് സീരിയസ് ടോപ്പിക്. കാരണം നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ അറിയുന്ന ഒരു ദൈവസന്നിധിയിൽ നമുക്ക് പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. വി കനോട്ട് ഡു ദാറ്റ്. അങ്ങനാണെങ്കിൽ നാം ആലയത്തിൽ കടന്നു പോകുമ്പോൾ നമ്മളോട് ആരും പറയേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ അധരങ്ങൾ തുറന്ന് നാം നിരന്തരമായ ദൈവത്തെ സ്തുതിക്കും. കാരണം എൻ്റെ ചുറ്റിലും അനേക പേർക്ക് ലഭിക്കാത്ത ഈ ഭാഗ്യം എനിക്ക് നീ തന്നല്ലോ, എന്നെ വിടുവിച്ചല്ലോ, എന്നെ ഈ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ചല്ലോ, ഈ പാപത്തിൽ നിന്ന് എന്നെ നീ രക്ഷിച്ചല്ലോ, നിന്റെ രക്തം കൊടുത്ത് എന്നെ വീണ്ടെടുത്തല്ലോ. അങ്ങനാണെങ്കിൽ നാം എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. ആഴ്ചയിൽ 7 ദിവസവും ആരാധിച്ചാലും മതിയാകത്തില്ല. അങ്ങനാണെങ്കിൽ നാം മടങ്ങി വരേണ്ട ആവശ്യമുണ്ട്. ഈ ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ് ആ ദൈവത്തെ ജീവനുള്ളൊരു ആരാധനയായി നാം അർപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസി, ദേവാസിൻ്റെ ഭാര്യ ഇങ്ങനെ പറയുണ്ടായി. ഒരു മീറ്റിങ്ങിൽ, ഒരു സൺഡേത്തെ ആരാധനയിൽ ദേവദാസൻ, നമ്മുടെ കർത്താവിൻ്റെ തിരുമേശയുടെ ശുശ്രൂഷ നടക്കുക. ദേവദാസൻ ശക്തമായിട്ട് നമ്മളെ ക്രമീകരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും ഒക്കെ മെസ്സേജും പറഞ്ഞ് കർത്താവിൻ്റെ മേശയുടെ ശുശ്രൂഷ ചെയ്ത് ദേവദാസൻ പറഞ്ഞു, സിസ്റ്റേഴ്സിന് തമ്മിൽ വിശുദ്ധ ചുംബനവും ബ്രദേഴ്സിന് തമ്മിൽ വിശുദ്ധ ചുംബനം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ പാസ്റ്ററിൻ്റെ ഭാര്യ ദേവദാസി ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് പോയി വിശുദ്ധ ചുംബനം കൊടുക്കാൻ പോയപ്പം പറഞ്ഞു, എല്ലാവർക്കും കൊടുത്തിട്ട് വാ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എല്ലാവർക്കുമേ കൊടുത്തിട്ട് വാ. അപ്പോൾ ആ ദേവദാസി എന്ത് ചെയ്തു? എല്ലാവർക്കും കൊടുത്ത് വീണ്ടും ഇവരുടെ അടുത്ത് കടന്നു വന്നു. അപ്പം
ഈ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നപ്പോൾ അവന് കൊടുത്തോ, എല്ലാവർക്കും കൊടുത്തോ, എന്നാ പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടു, ആരാധന കഴിഞ്ഞു, കർത്താവിൻ്റെ തിരുമേശയുടെ ശുശ്രൂഷയും കഴിഞ്ഞു. ഒരു വിശുദ്ധ ചുമ്മനം സ്നേഹത്തോടെ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതെല്ലാം ഒരു പ്രകടനമല്ലേ? ആരെ കാണിക്കാന്? പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ചർച്ചിൽ കയറി വരാൻ വേണ്ടി വണ്ടിയിൽ കയറി ചർച്ചിൻ്റെ പാർക്കിംഗ് വരെ അടികൂടി ചർച്ചിൽ വരുന്ന ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ചർച്ചിൻ്റെ അകത്ത് കയറി ആരാധനയാ, ആത്മനിറവിൽ ആരാധനയാ. ഡോണ്ട് വി തിങ്ക് ദാറ്റ് ഇറ്റ്സ് ഓൾ പ്രിറ്റൻഡിങ്? പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച എനിക്കൊരു മെസ്സേജ് എൻ്റെ മൊബൈലിൽ വന്നു. ശനിയാഴ്ച ഞങ്ങളുടെ ഒരു കോട്ടേജ് മീറ്റിംഗ്, ടയറിംഗ് മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് മൊബൈലിൽ നോക്കിയപ്പം ഒരു ബ്രദർ എനിക്ക് മെസ്സേജ് അയച്ചേക്കുന്നു. മെസ്സേജിൽ എന്നോട് പറഞ്ഞേക്കുന്ന മെസ്സേജ് ഞാൻ വായിച്ചു. ഭാര്യ അയച്ച മെസ്സേജ് എനിക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചതാ. എനിക്ക് ഡിവോഴ്സ് വേണം, ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് റെഡി ആണോ? അപ്പോൾ ഭർത്താവ് ഒരു തമ്പ് കാണിച്ചു. അത് കഴിഞ്ഞ് അടുത്തത് ചോദിച്ചു, എനിക്ക് ഒപ്പം താമസിക്കാൻ പറ്റത്തില്ല, ഇപ്പോൾ മാറി താമസിക്കാമോ? അപ്പം ഭാര്യ ചോദിച്ചു, എപ്പോഴാണ് പറ്റുന്നത്? അപ്പം ഇന്ന് ടുഡേ എന്നുകൊണ്ട് ഭർത്താവ് അയച്ചു. എന്നിട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു ഭർത്താവ്. അപ്പം അന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ദേവദാസനുണ്ടായിരുന്നു. അപ്പം ആ ദേവദാസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ റെഡിയാക്കി വെച്ചപ്പോൾ ഈ മെസ്സേജ് കേട്ടപ്പം എനിക്ക് തോന്നി, ഈ ദേവദാസിന് ഫുഡ് കൊടുത്താൽ നാളെ ഞാൻ പിന്നെ ഡിവോഴ്സ്, ഇവരെ സെപ്പറേറ്റ് എവിടെ പോയി തിരഞ്ഞെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, രാത്രി തന്നെ 10:30 അവർ വീട്ടിലെത്തി കുടുംബമായിട്ട് പോയി ഞാൻ അവരെ വീട്ടിലിരുന്ന്, അവർ പ്രതീക്ഷിച്ചില്ല ഞാൻ ഓടി വരുമെന്ന്. അവൻ പോയി ഇരുന്ന് സംസാരിച്ചു, എന്താണ് പ്രശ്നം. അപ്പം ഞാൻ ബ്രദറിനോട് ചോദിച്ചു, ബ്രദറെ എന്താണ് ആക്ച്വലി പ്രോബ്ലം, എന്താണ് ഇത്രയും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിച്ചേർന്നല്ലോ, എന്താ കാരണം? പാസ്റ്ററെ, ഇവൾ എന്തു പറഞ്ഞാലും ദേഷ്യം, ഇവൾക്ക് എന്ത് പറഞ്ഞാലും ദേഷ്യമാണ്. അപ്പം ഒരു കെയറിങ്ങില്ല ആ സിസ്റ്റർ. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ കെയറിങ്ങിൽ ഹോർമോണൽ ചേഞ്ചസ് വരുന്നതും കൊണ്ടൊക്കെ ആയിരിക്കും ദേഷ്യപ്പെടുന്നത്. അത് പാസ്റ്ററെ ഇത് പ്രഗ്നൻസിൻ്റെ മുമ്പേ ഇങ്ങനെ ആയിരുന്നു എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ആ ദേഷ്യം വരുന്നതിൻ്റെ കാരണം? പാസ്റ്റർ എല്ലാത്തിനും ദേഷ്യം എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് പറയാനൊന്നും കിട്ടുന്നില്ലായിരിക്കാം. അപ്പം ഞാൻ ആ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ ആക്ച്വലി എന്താ പ്രോബ്ലം നിങ്ങളുടെ ഇടയിൽ, എന്താ? പാസ്റ്ററെ, അച്ചാച്ചനോട് ചോദിച്ചു നോക്ക്, രാവിലെ എണിച്ച് രാത്രി ഉറങ്ങുന്നവരെ എന്താ ചെയ്യുന്നത്? പാസ്റ്ററിനെ ചോദിച്ചു നോക്ക്. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, ഇപ്പം ഞാൻ ഇനി ബ്രദറിനോട് ചോദിക്കട്ടെ, സിസ്റ്ററിനെ പറ എന്താണ്? പാസ്റ്റർ രാവിലെ എണിക്കും, എൻ്റെ പബ്ജിയാണ് കളിച്ചുകൊണ്ടിരിക്കും, പബ്ജി. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞ് വീണ്ടും പബ്ജിയാണ്. രാത്രി രാത്രിത്തെ ഭക്ഷണവും കഴിച്ച് രാത്രി 2 റൂമിൽ കിടന്ന് ഒരാൾ പബ്ജി കളിക്കുന്നു, ഭാര്യ കൊച്ചിനെയും കൊണ്ട് ഉറങ്ങുന്നു. ഈ ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. ഈ ആൾക്കാരാണ് ആരാധനയ്ക്ക് വന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആരാധിക്കുന്നു, പാസ്റ്ററിനെയും വിശ്വാസികളെയും കാണിക്കാൻ ആരാധിക്കുന്നു, വേർഷിപ്പ് ലീഡറാ, വേർഷിപ്പ് ലീഡ് ചെയ്യുന്നു. വി ഹാവ് ടു ചേഞ്ച് അവർ സെൽഫ്. നമുക്ക് ദൈവസന്നദ്ധിയിൽ പ്രകടനം കാണിക്കാൻ പറ്റത്തില്ല. വി കനോട്ട്. പ്രൈസ് ദി ലോർഡ്. അവർ വേറൊരു ടോപ്പിക്കായിരുന്നു, വേറൊരു വിഷയമായിരുന്നു. ഭാര്യ ഒന്നും പറയത്തില്ല, എല്ലാം അവളോട് ഇഷ്ടം പോലെ ചെയ്യുകയാണ്. എന്നിട്ട് പിന്നെയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഓരോ കുടുംബജീവിതങ്ങളിൽ പിശാച് തകർക്കുവാനും ഇല്ലാതാക്കുവാൻ നോക്കുകയാണ്. ആ ഇല്ലാതാക്കുന്നതിൽ കൂടെ എന്തുവാ? ദൈവത്തെ ആരാധിക്കേണ്ട ആരാധന വെളിപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ നമ്മുടെ സഭകളിൽ അത്ഭുതം നടക്കാത്ത എന്താ? അടയാളങ്ങൾ നടക്കാത്ത എന്താ? വീര്യപ്രവൃത്തി നടക്കാത്ത എന്താ? ദൈവമക്കൾ കുടുംബമായി കടന്നു വന്ന് ദൈവസന്നദ്ധിയിൽ അർപ്പിക്കേണ്ട പോലെ ആരാധന അർപ്പിക്കാതിരിക്കുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നില്ല. വളരെ കുറച്ചു പേർക്ക് ആ ഒരു ദൈവസാന്നിധ്യം രുചിച്ചറിയാൻ പറ്റുന്നുള്ളൂ. വൈ? റെസ്റ്റ് ഈസ് പ്രിറ്റൻഡിങ്. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ വാക്ക് മതി, സോറി.
അച്ഛാ ഞാൻ പറഞ്ഞ ഈ വാക്ക് ഒരു പക്ഷെ വേദന എടുത്തെങ്കിൽ ക്ഷമിക്കണം. എടി ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടു, ഐ എം സോറി. ഈ ഒരു സോറിയിൽ തീരുന്ന കാര്യമാണ്. വർഷങ്ങളായിട്ട് 2 റൂമിൽ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മക്കൾ അവര് ആകുലപ്പെട്ടിരിക്കുക, എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുക. അങ്ങനാണെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വ്യക്തിപരമായി ഇടപെടുന്നൊരു കാര്യമാണ്. ഒരു പക്ഷേ ഒരു സോറി മതി നമ്മുടെ കുടുംബം വീണ്ടും പണിതെടുക്കുവാൻ, നമുക്ക് മടങ്ങി വരുവാൻ. പ്രൈസ് ലോർഡ്. നമുക്കത് സാധിക്കുമോ? പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രി സമയം നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തിപരമായി ഇടപെടുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഹാവ് ടു കം ബാക്ക് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മോളോട് പറയും, വി കനോട്ട് റൺ അവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ് എനിവർ. എവിടെയും നമുക്ക് ഓടി എത്തിച്ചേരാൻ പറ്റത്തില്ല. ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്ന് നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. അങ്ങനാണെങ്കിൽ നാം ദൈവസന്നിധിയിൽ മടങ്ങി വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ ദിവസം 1 മാസം മുമ്പേ ഞാൻ ഈ എക്സാമ്പിളൊക്കെ പറയുന്നതിൻ്റെ പുറകിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സ്പെസിഫിക്കായിട്ട് വ്യക്തികളോട് ഇടപെടുന്നുണ്ട്. അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 1 മാസം മുമ്പേ എന്നെ ഒരു ഫോൺ കോളിൽ ഒരു ദൈവദാസൻ വിളിച്ചു പറഞ്ഞു, നമ്മൾ അറിയുന്ന ഒരു കുടുംബം ഡിവോഴ്സിൻ്റെ വക്കിലാണ്, ബിജു ഒന്ന് വിളിച്ച് സംസാരിക്കണം, ഒരു പക്ഷേ അതൊരു ദൈവപ്രവൃത്തിക്കായിരിക്കാം എന്നുണ്ട് എന്നോട് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, നമ്മൾ അറിഞ്ഞെന്ന് അവരെ പറയില്ലേ, എങ്ങനെയും അത് ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിച്ച് ഇവരെ ഞാൻ ബോട്ടിമിൽ കൂടെ വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു കാഷ്വലായിട്ട് ടോക്ക് ചെയ്യണ്ട. അപ്പം ഞാൻ പറഞ്ഞു, എന്താ സുഖമാണോ നിങ്ങൾക്ക്? നിങ്ങളുടെ മുഖം കണ്ടിട്ട് ഒരു ഹാപ്പി അല്ലല്ലോ, എന്ത് പറ്റി? ഭാര്യ കാണുമ്പോൾ ഒരു വിഷമിച്ച് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന പോലെ ഇരിക്കുക. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ബീച്ച 40 ദിവസം ഉപവാസം കഴിഞ്ഞതിൻ്റെ ക്ഷീണമായിരിക്കാം മുഖത്തെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞായിരുന്നു ഒരു 40 ദിവസം ഉപവാസം കഴിഞ്ഞ ആണ്. അപ്പം ഞാൻ ഈ ഭാര്യനോട് പറയാം, 40 ദിവസം ഉപവാസം എടുക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ പിശാച് അടിക്കാതെ നോക്കിക്കോണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ തുടക്കത്തിലേ പറഞ്ഞു, ഒരു പക്ഷേ ഓർത്ത് കാണത്തില്ലായിരിക്കും. അപ്പോൾ 40 ദിവസം ഉപവാസം കഴിഞ്ഞ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭാര്യയെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ പറ്റി, വിഷമത്തിലാണല്ലോ. അവർ പൊട്ടിക്കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ബീച്ച എനിക്ക് ഇനി ജീവിക്കാൻ പറ്റത്തില്ല, ഈ വ്യക്തിയുടെ ഒപ്പം ജീവിക്കാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്, ഇനിയും പറ്റത്തില്ല, ഞാൻ സഹിക്കേണ്ട എത്രയോ സഹിച്ച് ഇനി സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പം പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ, ഒന്നുമല്ല ബ്രദർ, ഒന്നുമല്ല ബീച്ച എന്ന് പറഞ്ഞു. ഭാര്യ പിന്നെ ഞാൻ പറഞ്ഞു, പറ എന്താ പ്രശ്നം? അപ്പോൾ എന്നോട്, ഞാൻ ഇത്രയും കൂടി അറിയുന്ന ഫാമിലി ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ലിഫ്റ്റിൽ ഇറങ്ങുമ്പം അച്ചാച്ചൻ എന്നെ ഇങ്ങനെ ഒന്ന് തോണ്ടി. ഓക്കെ, അപ്പം ഞാൻ ഒരു തമാശയ്ക്ക് ഒന്ന് ചവിട്ടി. ആ ചവിട്ടലും തോണ്ടലിലും അവളെ വിളിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി ബെൽറ്റ് എടുത്ത് റൂം പൂട്ടി അടിക്കുകയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ഇഷ്യൂലല്ല അവർക്ക് ഡിവോഴ്സ്. അവർ കല്യാണം കഴിച്ച് വന്ന ഒരാഴ്ച തൊട്ട് അവരിൽ വന്ന ഡിസ്കംഫേർട്ട് ഇതുവരെയും അവർ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാതിരുന്നേ കൊണ്ട് ഓരോ ദിവസം അവരുടെ ജീവിതത്തിൽ എന്താ വരുന്നതെന്ന് അറിയാമോ? അവർക്ക് ഡിസ്കംഫേർട്ട് വരിക. അപ്പോൾ അവർ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ടെങ്കിലും ആ ആരാധനയൊക്കെ ദൈവസന്നിധിയിൽ പ്രകടനമായിരുന്നു. അപ്പം നമ്മുടെ ടോപ്പിക് ആരാധനയാണ്, ഫാമിലി പ്ലാനിങ് അല്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കല്ലേ ഈ പാസ്റ്റ് എല്ലാം ഫാമിലിയെ കുറിച്ച് പറയുക. പക്ഷേ ഫാമിലി ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ വർഷിപ്പ്. അതല്ലേ ദൈവം സൃഷ്ടിച്ച, ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ച പുറകെ ഫാമിലി ക്രിയേഷൻ. ആ ഫാമിലിയെ പിശാച് തകർത്ത അന്ന് തൊട്ട് ഇന്ന് വരെയും പിശാചിൻ്റെ അൾട്ടിമേറ്റ് ഗോളാണ് ഓരോ കുടുംബജീവിതത്തെയും ഇല്ലാതാക്കുവാൻ, നമ്മുടെ പ്രാർത്ഥന ജീവിതം ഇല്ലാതാക്കുവാൻ. ചെറിയ ചെറിയ നിസ്സാര വാക്കിൽ നമ്മൾ വഴക്കുണ്ടാക്കി പിണങ്ങി 1 ദിവസമല്ല, 2 ദിവസമല്ല, ഒരാഴ്ചയല്ല, 1 മാസമല്ല, 5 മാസമല്ല, വർഷങ്ങൾ പിണങ്ങി പിരിഞ്ഞ് നമ്മുടെ ഇടയിൽ ഒരു വലിയ വൻമതിൽ പണിയപ്പെട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം ഒരു സോറിയിൽ പറഞ്ഞു തീരാൻ പറ്റുന്നേ ഉള്ളൂ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. പുള്ളി എന്നോട് പറഞ്ഞു, ആ ഫാമിലി ബ്രദർ എന്നോട് പറഞ്ഞു, ബീച്ച ഞാൻ ചില സമയത്ത് വാച്ച്മാൻ പോലെയാ, ഇവർ അമ്മയും 2-3 മക്കളും കൂടി അവരൊരു സ്വയമായിട്ട് സംസാരിക്കുക, എന്നെ ഒന്നും ഇൻവോൾവ് ചെയ്യാറില്ല. പ്രൈസ് ദി ലോർഡ്. ചെലവാക്കുന്ന പൈസയെല്ലാം അവൾ സ്വന്തമായിട്ട് ചെലവാക്കുന്നു, എന്നോട് ചോദിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ ചിന്തിക്കും,
ബ്രദേഴ്സ്മാരെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നാം ഹസ്ബൻഡ് നമ്മുടെ തലയായിരിക്കുന്നതും കൊണ്ട് വചനം പറയുന്ന നമ്മൾ €1 സ്പെൻഡ് ചെയ്യുകയാണെങ്കിലും വി ഹാവ് ടു ഇൻഫോം ഹിം. ഞാൻ പറഞ്ഞു, എത്ര നമുക്ക് ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിലും എത്ര വെൽത്ത് ഉണ്ടെങ്കിലും യു നീഡ് ടു ആസ്ക് യുവർ ഹസ്ബൻഡ് ടു സ്പെൻഡ് €1. നിങ്ങൾ എന്നോട് യോജിക്കുന്നില്ലേ? കൈ ഉയർത്തി പറയും യോജിക്കുന്നില്ല. നാം സഭയുടെ ക്രിസ്തുവിൻ്റെ ദൈവമക്കളാണെങ്കിൽ നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരെ കീഴ്പ്പെട്ട് നിൽക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ അടിമയല്ല. നമ്മുടെ വചനം പറയുന്ന അവരെ കീഴ്പ്പെട്ട് നിൽക്കണം. അങ്ങനെ ആകുമ്പോൾ എന്താണ്, നാം €1 സ്പെൻഡ് ചെയ്യണമെങ്കിൽ ആ സിസ്റ്ററിൻ്റെ പ്രശ്നം എന്താ അറിയാമോ? അവരെ അമ്മയെ സഹായിക്കണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമുണ്ട്, അമ്മയും അപ്പനെയും. അപ്പം ഭർത്താവ് അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഭർത്താവ് അറിയാതെ എന്ത് ചെയ്യുന്നു? പൈസ അയച്ചു കൊടുക്കുന്നു. നല്ല കാര്യം. പക്ഷേ എൻ്റെ ചോദ്യം, ദൈവം ഒരു ശരീരമായി പണിയപ്പെട്ട ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ രണ്ട് രീതിയിൽ എങ്ങനെ ചിന്തിക്കാൻ പറ്റും? രണ്ട് അക്കൗണ്ട് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? എൻ്റെ നിങ്ങളുടെ കാശെന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ ഈ ഡിസ്കംഫേർട്ട് എല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ എന്ത് വരുന്നറിയാമോ? നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് രാത്രി സമയം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്ന ഒരു കാര്യമാണ്, നാം പണിയപ്പെടണം. നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ഒരു ബാനർ വെച്ചും കൊണ്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഹസ്ബൻഡിനോട് പറഞ്ഞൊരു കാര്യമാണ്, സ്വന്തം അമ്മയെ സ്നേഹിക്കുന്ന പോലെ, അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കുന്ന പോലെ വേണം ഭാര്യയുടെ അമ്മയപ്പനെ സ്നേഹിക്കുവാൻ, ഭാര്യയുടെ അമ്മയപ്പനെ കരുതുവാൻ. അവർ രണ്ടുപേരും രണ്ട് കുടുംബത്തിലാണെങ്കിലും നാം ഭാര്യയും ഭർത്താക്കന്മാർ അവരെ അമ്മയപ്പനെയും കരുതേണ്ടിയ വളരെ ഇമ്പോർട്ടൻ്റാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി ക്രമീകരിക്കേണ്ട ആവശ്യം. അപ്പൊ ഇതെല്ലാം കല്യാണത്തിന്റെ 1-2 ആഴ്ചയിൽ വന്ന വേദനകളും സ്പാർക്കുകളുമാണ്. അതെന്ത് പറ്റി? തമ്മിൽ ഷെയർ ചെയ്യാതെ, തമ്മിൽ പറയാതെ, വേദന എടുത്ത് ഞെരുങ്ങി അല്ലെങ്കിൽ ഒന്നിച്ച് കിടക്കുകയാണെങ്കിലും സ്വസ്ഥതയോടെ അല്ല കിടക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. അന്ന് വന്ന വേദന ഇന്നും നാം മാറ്റാതെ അതിനെ ദൈവസന്നിധി വന്ന് ആരാധിക്കുകയാണ്. ഇന്ന് രാത്രി സമയം അങ്ങനെ എന്തെങ്കിലും വിഷയത്തിൽ നാം ആയിരിക്കുകയാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് സിറ്റ് ടുഗെദർ, സ്പീക്ക് ഔട്ട്. അച്ഛാ, കഴിഞ്ഞ നാളുകളിൽ എന്നോട് ഇങ്ങനെ സംസാരിച്ചത് എനിക്ക് ഒത്തിരി വേദനയായി എൻ്റെ അകത്ത് കിടക്കുക. എനിക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഓപ്പൺ അപ്പ്. ആ ഒരു മിനിറ്റ് മതി നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു കുടുംബ ജീവിതം എപ്പോഴും ഒരു 3 ഭാഗമായി യോജിക്കുക. 1, ആ കുടുംബജീവിതത്തിൽ ലവ്, സ്നേഹമുണ്ടാകണം. 2, ആ കുടുംബജീവിതത്തിൽ അപ്പോളോജൈസ് അല്ലെങ്കിൽ സോറി പറയുന്ന ഒരു ശീലം ഉണ്ടാകണം. 3, ആ കുടുംബജീവിതത്തിൽ മറക്കുവാനുള്ളൊരു ശീലം ഉണ്ടാവണം. സോ 1 ലവ്, 2 എന്താണ് സോറി അല്ലെങ്കിൽ അപ്പോളജൈസ് എന്ന് പറയാം, 3 എന്താണ് മറക്കുക. ഈ 3 കാര്യമുള്ളൊരു കുടുംബജീവിതത്തിൽ ഒരു പ്രോപ്പറായിട്ട് ഒരു ഇംബാലൻസ് ഇല്ലാതെ സ്മൂത്തായിട്ട് പോകത്തുള്ളൂ. ഇന്ന് ബാസിനും അമ്മാമേനോട് ചോദിച്ചാൽ അവർ പറയും അവരുടെ ഒരു മാരീഡ് ലൈഫ് ഇത്രയും സക്സസ് ആയി പോകുന്നതിൻ്റെ പുറകിൽ അവർക്ക് ഈ 3 ക്വാളിറ്റിയും അവരുണ്ടായും കൊണ്ട്. അതിൻ്റെ അർത്ഥം വഴക്കും പിണക്കും ഇല്ലയെന്നല്ല, ഉണ്ടാവും. പക്ഷേ അറ്റ് ദ റൈറ്റ് ടൈം അവരത് സോൾവ് ചെയ്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ സഭയിൽ പറഞ്ഞൊരു ഭാഗമാണ്, ഒരു വ്യക്തിയിൽ 5 ലവ് ലാംഗ്വേജ് ഉണ്ട്. ഈ 5 ലവ് ലാംഗ്വേജിൽ അതിനകത്തുനിന്ന് ഒരു പ്രൈമറി സ്നേഹം ആ വ്യക്തിക്കുണ്ടാവും. ഉദാഹരണത്തിന് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എടുക്കുകയാണെങ്കിൽ ഈ 5 ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വേർഡ് ഓഫ് അഫർമേഷൻ, ക്വാളിറ്റി ടൈം, റിസീവിങ് ഗിഫ്റ്റ്, ആക്ഷൻ ഓഫ് സർവീസ്, ഫിസിക്കൽ ടച്ച്. ഈ 5 കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിക്കവാറും എല്ലാം പ്രോബ്ലം സോൾവ് ആയി നമുക്ക് പ്രിറ്റൻഡിങ് അല്ലാതെ, പ്രകടനമല്ലാത്ത ഒരു ആരാധന ദൈവത്തിന് അർപ്പിക്കുവാൻ പറ്റും. അപ്പം വേർഡ് ഓഫ് അഫർമേഷൻ,
എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? വേർഡ് ഓഫ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഐ ലവ് യു, അല്ലെങ്കിൽ യു ആർ അമേസിങ്, യു ആർ ബെസ്റ്റ്. ഈ വേർഡ് എപ്പോഴും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഫാമിലി ലൈഫിൽ? എടി ഇന്ന് ഇട്ട ഡ്രസ്സ് ഒത്തിരി രസമാണ് നിനക്ക് കാണാൻ, നല്ലതായിരുന്നു. അല്ലെ അച്ചാച്ചനിട്ട ഈ ഷർട്ട് വളരെ ചേരുന്നുണ്ട്. അച്ചാച്ചനുണ്ടാക്കിയ ഈ ചിക്കൻ ബിരിയാണി നല്ലതാണ്, യു ആർ ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ? ചില ഭർത്താക്കന്മാർക്ക് അവരുടെ പ്രൈമറി ലവ് വേർഡ് ഓഫ് അഫർമേഷനാണ്. അവർക്കൊരു താങ്ക് യു മതി, അല്ലെങ്കിൽ യു ആർ സൂപ്പർ, യു ആർ ബെസ്റ്റ് ഡാഡ് പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ഒരു ദിവസം പറഞ്ഞ ഭർത്താവ് പറയുന്നു, ഞാൻ എന്ത് ചെയ്താലും ഇവൾക്ക് ഇഷ്ടം, ഇവള് പറയുന്നത് ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന്. ഭാര്യയും പറയുന്നത് ഞാൻ എന്ത് ചെയ്താലും അച്ചാച്ചന് സ്നേഹമില്ല എന്ന്. കാരണം എന്താ? അവർക്ക് ഇതുവരെയും അവരുടെ മാരീഡ് ലൈഫിൽ അവരെ പ്രൈമറി ലവ് എന്താന്ന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഒരു ദിവസം ഭാര്യ പറഞ്ഞു, ഞാൻ മൊത്തം വീട്ടിലത്തെ പണി ചെയ്യുകയാണ്, പക്ഷെ അച്ചാച്ചൻ പറയുന്നത് ഒരു സ്നേഹവും ഇല്ല എന്ന്. അപ്പം ഭാര്യനോട് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, പാത്രം കഴുകുന്നു, രാവിലെ എണീച്ച് തുണി അലക്കുന്നു, കുഞ്ഞുങ്ങളെ ഒരുക്കി വിടുന്നു, ടിഫിൻ ചെയ്യുന്നു, ഭർത്താവിന് തുണി തേച്ച് കൊടുക്കുന്നു, തുടയ്ക്കുന്നു, എല്ലാം പണി. രാവിലെ എണീച്ച് വൈകിട്ട് ഉറങ്ങുന്നവരെ കിച്ചണിലാണ്. പക്ഷെ അച്ചാച്ചൻ പറയുന്നേ, ഇവൾക്ക് ഒരു മിനിറ്റ് എൻ്റെ പോന്നിരുന്ന് സംസാരിക്കാനുള്ള സമയം ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? ഹിസ് പ്രൈമറി ലവ് ഈസ് ക്വാളിറ്റി ടൈം. മനസ്സിലാകുന്നുണ്ടോ? ഒരു ക്വാളിറ്റി ടൈം ആയിരുന്നു ആ ഭർത്താവ് ആഗ്രഹിച്ചേ. അതുപോലെ ഭാര്യമാർ ആഗ്രഹിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ ഒരു ക്വാളിറ്റി ടൈം. ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇരുന്ന് വചനം വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്നിച്ചിരുന്ന് പാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കെന്താണ്? ഫേസ്ബുക്കിൽ നമ്മൾ ബിസിയാ, നമ്മൾ ഓരോ ഗെയിംസിൽ ബിസിയാ, നമ്മൾ വേറെ ചാറ്റിങ്ങിൽ ബിസിയാ. സോ ഈ ഒരു കുടുംബ ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, ഡിഡ് യു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് യുവർ വൈഫ്സ് പ്രൈമറി ലവ്, വാട്ട് ഈസ് യുവർ ഹസ്ബൻഡ്സ് പ്രൈമറി ലവ്? ഈ 5 ലവ് ലാംഗ്വേജിൻ്റെ ഉള്ളിൽ ഒരെണ്ണം ഉണ്ടാവും. ഇന്ന് രാത്രി പോയി നിങ്ങൾ കിടക്കുന്ന മുമ്പേ ചോദിക്കണം ഭാര്യയും ഭർത്താവും, അച്ചാച്ചൻ്റെ പ്രൈമറി ലവ് എന്താണ്? അത് തിരിച്ചറിഞ്ഞിട്ട് വേണം നാം ചെയ്യാൻ. ചില ഭാര്യമാർക്ക് ആഗ്രഹമുണ്ട്, ഒന്നും വേണ്ട, അച്ചാച്ചൻ ഒന്നും ചെയ്യണ്ട, എന്താണ് അടുക്കളയിൽ വന്നെന്ന് കുക്കിംഗ് ചെയ്യുമ്പോൾ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടിവിൻ്റെ മുമ്പിൽ നിന്ന് കാലും പൊക്കിയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ ഇങ്ങനെ ബിസിയാ. അവർ ആ ജോലിയും കഴിഞ്ഞ് വന്ന് മേ ബി 10-20 മിനിറ്റ്സ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, ജസ്റ്റ് വന്നൊന്ന് കിച്ചണിൽ വന്ന് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഒപ്പം നിൽക്കുക, അത് ആഗ്രഹിക്കുന്നുള്ളൂ. സോ ഇറ്റ്സ് എ പ്രൈമറി ലവ് ഓഫ് ആക്ട് ഓഫ് സർവീസ്. അതൊരു ആക്ട് ഓഫ് സർവീസ്. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് അതാണ്. എന്താ? ഒരു സഹായം. കഴിഞ്ഞ ദിവസം 2-3 ഫാമിലി ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്തു. അപ്പം ഭർത്താവ് പറഞ്ഞു, എനിക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ല. അപ്പം ഭാര്യ ജോലിക്ക് പോകുന്ന പുള്ളി ഇപ്പം വന്നേ ഉള്ളൂ, അപ്പം 2-3 മാസം കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ കയറുന്നുള്ളൂ. അപ്പോൾ കുക്കിംഗ് അറിയുന്നില്ല, അതുകൊണ്ട് ഞാൻ പാത്രം ഒന്നും കഴുകി കൊടുക്കാറില്ല. മനസ്സിലായില്ലേ? അപ്പം അവർ ഭാര്യയുടെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ഒരു വിഷമം പോലെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ ദാറ്റ് നമുക്ക് ഇതുവരെയും എന്താ ഈ ഭാര്യയെ എന്താ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഭർത്താവ് ഭാര്യയിൽ നിന്ന് എന്താ ആഗ്രഹിക്കും നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് കുടുംബങ്ങളിൽ ഓരോ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നേ, ഓരോ പിണക്കം വരുന്നത്. അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാതെ ഓരോ ദിവസവും ഓരോ വർഷങ്ങളായി അതെന്ത് ചെയ്യുക? ഡിപ്പോസിറ്റായി നമുക്ക് പിന്നെ പിണങ്ങിയിരിക്കാനേ ഇഷ്ടമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നാം ക്രമീകരിക്കേണ്ട ആവശ്യമാണ്, നാം മടങ്ങി വരേണ്ട ആവശ്യമാണ്. പിശാചിന്റെ തന്ത്രം തിരിച്ചറിഞ്ഞ് നാം അതിനെ മടങ്ങി വരേണ്ട ആവശ്യമാണ്. എളുപ്പത്തിൽ പോവാം. അടുത്തൊരു ഭാഗമാണ് ഫിസിക്കൽ ടച്ച്. ചില ഭാര്യമാർക്ക് ആഗ്രഹമുണ്ട് ഭർത്താക്കന്മാർ വന്ന് ഒപ്പം ഒന്നിരുന്ന് 2 വാക്ക് സംസാരിക്കണമെന്ന്, അവരെ കൈ പിടിച്ച് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഭർത്താക്കന്മാർക്കും ആഗ്രഹമുണ്ട്,
ഭാര്യമാര് തിരക്കെല്ലാം കളഞ്ഞിട്ട് ഒന്ന് വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. എടി എന്നോടൊന്ന് സംസാരിക്കടി, എൻ്റെ ഒപ്പം വന്നിരുന്ന് സംസാരിക്കടി എന്ന് പറയുന്ന ഒത്തിരി ഭർത്താക്കന്മാർ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റാത്തത്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഫാമിലിനോടൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, ഒന്ന്, നിങ്ങളിത് ക്രമീകരിക്കാതെ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. രണ്ട്, നിങ്ങളിത് മടങ്ങി വരാതെ നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ നശിപ്പിക്കുകയാണ്. നിങ്ങൾ ഇന്ന് പിണങ്ങിയിരിക്കുന്നു, ഒരാഴ്ച പിണങ്ങിയിരിക്കുന്നു, ഒരു മാസം കഴിയുമ്പോൾ 2 റൂമിൽ കിടക്കുന്നു. ഇതെല്ലാം നമ്മുടെ തലമുറകൾ കണ്ട് അവർ വളരുക. നമ്മുടെ ഭാര്യമാരെ നാം അടിക്കുകയാണെങ്കിൽ അത് അടിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ മക്കൾ ഒരു സമയമാകുമ്പോൾ അവരുടെ ഭാര്യമാരെ അടിക്കും. അവർക്ക് എവിടുന്നാ കിട്ടും? നമ്മൾ ഇന്ന് നമ്മുടെ ഭാര്യയെ അടിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യയുടെ ഭർത്താവിൻ്റെ കോളറി പിടിക്കുന്നതിൻ്റെ പുറകിൽ നമ്മുടെ അപ്പനും അമ്മയും ചെയ്ത് കാണും നമ്മുടെ മുമ്പിൽ. അല്ലാതെ നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടത്തില്ല. പ്രൈസ് ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന ക്രൈസിസ് എല്ലാം മാറ്റി നമ്മുടെ മക്കളെ ദൈവഹിതപ്രകാരം വളർത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നാം പ്രവർത്തിക്കുന്ന ഓരോ കാര്യം, അത് നമ്മുടെ പ്രാർത്ഥന ജീവിതമാകട്ടെ, രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഈ മക്കൾ കാണുന്നുണ്ടോ? വചനം വായിക്കുന്നുണ്ടോ? ഈ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നില്ലെങ്കിൽ വി ആർ അക്കൗണ്ടബിൾ ഫോർ ദാറ്റ്. നമ്മളോട് ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കും, ഞാൻ നിനക്ക് തന്ന ഈ തലമുറയെ നീ എനിക്ക് വേണ്ടി പണിത് വെച്ചോ? എനിക്ക് അവരെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അതിനുള്ള സമയമില്ല. കാരണം നമുക്ക് വഴക്കും പണക്കും അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാം ഈ പ്രൈമറി ലവ് എന്താന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിലോട്ട് വർക്കൗട്ട് ചെയ്യുക. ചില ആൾക്കാർക്ക്, ചില ഭാര്യമാർക്ക് പുറത്തു പോകാൻ ഇഷ്ടമാണ്, പക്ഷെ ഭർത്താവിനാണെങ്കിലോ വീട്ടിൽ ഇരുന്നാൽ മതി. എങ്ങനെ സോൾവ് ചെയ്യും പറ? അവർക്കും ആഗ്രഹമില്ലേ പുറത്തൊക്കെ ഇറങ്ങണമെന്ന്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ മേക്ക് ഷുവർ, ടേക്ക് സം ടൈം, ഗോ ഔട്ട്, സ്പെൻഡ് ടൈം. ഇഷ്ടമില്ലെങ്കിലും പോവുക. അവിടെ എന്ത് പറ്റുന്നു? അവിടെ സ്നേഹം ബൗണ്ട് ആകുക, ബിൽഡ് ചെയ്യുക. ആ സ്നേഹത്തിൽ കൂടെ സ്പിരിച്വൽ ലൈഫ് ബിൽഡ് ചെയ്യുക. അവിടെ വഴക്കും പിണക്കും വരുന്നില്ല, പിന്നെ എപ്പോഴും ജോയാ വരുന്നേ. ജോയ് വരുമ്പോൾ എന്ത് പറ്റുന്നു? അവിടെ ഒരു സ്പിരിച്വൽ ലൈഫ്. ആ സ്പിരിച്വൽ ലൈഫിൽ നമ്മൾ ആലയത്തിൽ പോയി ആരാധിക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം നമുക്ക് രുചിച്ചറിയാൻ പറ്റും. അനേക വാഗ്ദത്തം കിട്ടിയ ദൈവമക്കളാ ഈ സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുന്നേ. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് ഇതുവരെ നമ്മുടെ കുടുംബജീവിതം പണിയാൻ പറ്റിയിട്ടില്ല. പ്രൈസ് ലോർഡ്. ഡിസോർഡർ ആയി കിടക്കുന്ന എല്ലാം ഓർഡർ ആക്കണം. പ്രൈസ് ലോർഡ്. രണ്ടാമത്തെ പോയിന്റ് ആണ് സോറി. എടി, ഞാൻ ഇന്നലെ ദേഷ്യപ്പെട്ടു, ഐ എം സോറി. ഞാൻ ഇന്നലെ ഇച്ചിരി ടെൻഷനായിരുന്നു, ഞാൻ നിന്നോട് ചിലപ്പോൾ ഒരു ബാഡ് വേർഡ് ഉപയോഗിച്ച് കാണും, സോറി, ഞാൻ ഇന്ന് ഉപയോഗിക്കത്തില്ല. നിന്റെ അപ്പനെയും അമ്മയും വിളിച്ച് കാണും, സോറി. ഈ ഒരു സോറി മതി. എത്ര കുടുംബങ്ങൾക്ക് അറിയാമോ വീണ്ടും പണിയപ്പെടാൻ പറ്റുന്നേ? സോറി പറയാതെ വർഷങ്ങളായി. കഴിഞ്ഞ ദിവസം കുറച്ച് മാസം മുമ്പേ ഒരു സിസ്റ്റർ പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ അച്ചാച്ചനാണ് ഏറ്റവും ക്ലീനിങ് ചെയ്യുന്നത്. ഒരു പൊടിയും വീട്ടിൽ ഇല്ലാത്ത രീതിയിൽ ക്ലീൻ ചെയ്യും. ഞാൻ അതുപോലെ റീച്ച് ആകത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും വഴക്കും പിണക്കും ഈ പൊടി ഓർത്ത. കുഞ്ഞു വന്ന് എന്തെങ്കിലും ചെയ്ത് ഡസ്റ്റ് ആകുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ ഒച്ചയാ, അവിടെ വഴക്ക, അവിടെ കുടുംബ പ്രാർത്ഥനയില്ല, അവിടെ സമാധാനമില്ല. അങ്ങനെ വന്ന് 3 വർഷമായിട്ട് 2 റൂമിലാണ് കിടക്കുന്നേ. എന്നിട്ട് ചർച്ചിൽ വരുന്നു, ആരാധിക്കുന്നു, എല്ലാ കാര്യവും നടക്കുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നു, വചനം കേൾക്കുന്നുണ്ട്, ക്രമീകരണമില്ല. Praise the Lord. We have to come back. The worship is not joke. ആരാധന ഭാര്യയെ നമുക്ക് പ്രിറ്റൻഡ് ചെയ്യാം, നമ്മുടെ ഒപ്പമുള്ള പാസ്റ്ററിനെയും വിശ്വാസികളെയും നമുക്ക് പ്രകടനം ചെയ്ത് കാണിക്കാം. പക്ഷെ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നാം മടങ്ങി വരേണ്ട ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് ക്ഷമ ചോദിക്കേണ്ടത് ക്ഷമ ചോദിക്കാം. ചിലവരുണ്ട്, ആണുങ്ങൾ മൊബൈൽ അല്ലെങ്കിൽ കാറിന്റെ ചാവി അവിടെ എവിടെയും കൊണ്ടുപോയി വെക്കും, അല്ലെങ്കിൽ ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട്, മിക്കവാറും എല്ലാവരും ബാത്റൂമിലാണ് മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുക, അച്ചാച്ചാ വരുന്നില്ലേ, ചോറ് റെഡിയാ, വരുന്നില്ലേ, ഇപ്പം വരാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ അവിടെ വെച്ചിട്ട് പോകും, അല്ലെങ്കിൽ കാറിൻ്റെ ചാവി വെച്ചിട്ട് പോകും. നമ്മൾ വീട് മൊത്തം തിരഞ്ഞ് പിള്ളേരെയും വഴക്ക് പറയുന്നു, ഭാര്യയും വഴക്ക് പറയുന്നു. ലാസ്റ്റ് നമ്മൾ നമ്മുടെ ചാവി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കീ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ മൊബൈൽ കിട്ടുമ്പം നമ്മളൊരു സോറി പറയുന്നുണ്ടോ? എടി സോറി, ഞാൻ മറന്നുപോയി, അവിടെ വെച്ചാൽ അത് മതി. ആ വാക്ക്, ആ സോറിയിൽ അവിടെ തീർന്നു. എത്ര വലിയ ഷോർട്ട് ടെമ്പർ ആണെങ്കിലും അവിടെ തീർന്നു. Praise the Lord. We have to practice that.
മൂന്നാമത്തെ സമയമില്ല, ഞാൻ ഇപ്പം ക്ലോസ് ചെയ്യും. മൂന്നാമത്തത് ഫൊഗെറ്റ്. ചില വേദനകൾ, ചില പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കുന്നത് മറക്കണം. ചിലവർ പറയാറുണ്ട്, പാസ്റ്റർ ഞാൻ വേണേ ക്ഷമിക്കാം, മറക്കാൻ പറ്റുന്നില്ല അല്ലേ? മറക്കാൻ പറ്റുന്നില്ല. ഞാൻ ക്ഷമിച്ചു, മറക്കാം. ക്ഷമിച്ചെങ്കിൽ പിന്നെ മറക്കുന്നതിന് എന്താ കുഴപ്പം? കഴിഞ്ഞ ദിവസം ഒക്കെ പോയൊരു ഫാമിലിയുടെ വീട്ടിൽ അമ്മായിമ്മ ഇവിടെ വന്ന് വിസിറ്റിങ്ങിന് വന്ന് അമ്മായിപ്പനും അമ്മായിമ്മയും കൂടെ മരുമോളെ കുറിച്ച് കുറ്റം പറഞ്ഞ് പോയി. അപ്പം അടുത്ത ആഴ്ച കത്രിമേശ. അപ്പം ഞാൻ പറഞ്ഞു ക്രമീകരിക്കണം, ഞാൻ ഇനി വിളിക്കത്തില്ല, ഇനി എനിക്ക് മനസ്സ് തോന്നുകയാണെങ്കിൽ ഇനി അവരെ വിളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളല്ലേ, അമ്മായപ്പനും അമ്മായിമ്മയൊക്കെ കുറ്റമൊക്കെ പറയും, ഓക്കെ, പക്ഷെ നമ്മളിൽ ക്രിസ്തു ഉണ്ടല്ലോ, അവർ രക്ഷിക്കപ്പെട്ടവരല്ല. അപ്പം നമ്മുടെ സ്വഭാവം സ്നേഹത്തിൽ ഹാൻഡിൽ ചെയ്യണ്ടേ? പാസ്റ്റർ എന്ത് പറഞ്ഞാലും ഇതെനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇനി മിണ്ടാൻ പറ്റത്തില്ല, അവരെന്നെ അങ്ങനെ വേദനിപ്പിച്ചു, ഞാൻ ക്ഷമിച്ചു, പക്ഷെ മിണ്ടാൻ പറ്റത്തില്ല. എങ്ങനെ നമുക്ക് കർത്താവിൻ്റെ സന്നിധി വന്ന് ആരാധിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ച കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കണമെങ്കിൽ ഇന്ന് സോറി പറഞ്ഞു അവരോട് വിളിച്ച് സംസാരിച്ച്, ഞാൻ പിണങ്ങിയിരിക്കുകയായിരുന്നു, ഞാൻ പിണക്കം മാറ്റി എന്ന് പറയാതെ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കണ്ട. പ്രൈസ് ദി ലോർഡ്. പിറ്റേ ആഴ്ച അവർ വന്ന് കർത്താവിൻ്റെ മേശയിൽ പങ്കെടുത്ത് അതിൻ്റെ അടുത്ത് അവർ സോറി പറഞ്ഞിട്ടാണ് വന്നതെന്ന് എൻ്റെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആണെങ്കിൽ ദൈവമക്കളെ ക്ഷമിക്കേണ്ടത് ക്ഷമിക്കണം. ഒരു പക്ഷേ അച്ചാച്ചൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ തെറ്റുകൾ കണ്ടു കാണാം, ഒരു പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ പ്രതീക്ഷിച്ച് കണ്ടു കാണാം. വൈ ഡോണ്ട് വി forget in Christ? ക്രിസ്തുവിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ലേ? ക്ഷമിച്ച് നമ്മുടെ മനസ്സിൽ വെച്ച് എപ്പോഴും വിങ്ങാതെ അത് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, അങ്ങനൊരു കുടുംബം ദൈവസന്നിധിയിൽ വന്ന് സമർപ്പിക്കുമ്പോൾ ആരാധന വെളിപ്പെടും. അങ്ങനെയാണ് ഈ ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ആരാധന ദൈവത്തിന് ഹിതപ്രകാരമുള്ളൊരു ആരാധനയായിരുന്നോ അല്ലേന്ന് നാം ചിന്തിക്കേണ്ട ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇന്നുവരെ നാം അർപ്പിച്ച ആരാധന ദൈവഹിതപ്രകാരം അല്ലെങ്കിൽ ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഭാര്യയും ഭർത്താവിനും ഇടയിലുള്ള ക്രമീകരിച്ച് ഇന്ന് രാത്രി കോംപ്രമൈസ് ചെയ്ത് ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല, സ്വന്തമായി ഇരുന്ന് അച്ചാച്ച ഈ വിഷയത്തിൽ ഞാൻ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു, ഇന്നും എന്നെ അത് അലട്ടുന്നുണ്ട്, ഇന്നും ഞാൻ അച്ചാച്ചനെ പൂർണ്ണ മനസ്സോടെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. യെസ്, ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് ടെൽ ഹിം ദാറ്റ് ആൻഡ് ലെറ്റ് ഹിം അക്സെപ്റ്റ് ദാറ്റ്. അതുപോലെ ഭർത്താക്കന്മാർ അവരെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ വന്ന വേദന വെച്ച് നടക്കാതെ നമ്മളത് പറഞ്ഞ് ഓപ്പണായി പറയുമ്പോൾ ആ ബന്ധം വീണ്ടും പണിയപ്പെടുക, ഡിവേഴ്സ് ആകുകയല്ല, അത് വീണ്ടും പണിയപ്പെടുക. ദൈവം അതാ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ വായിന്ന് ഒരു ഡിവേഴ്സ് അല്ല വാക്ക് കേൾക്കേണ്ടേ, സോറിയാ കേൾക്കേണ്ടത്, താങ്ക് യു ആ കേൾക്കേണ്ടേ. പ്രൈസ് ദി ലോർഡ്. ഭാര്യയെ ഒന്നിച്ച് വഹിക്കുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവളുടെ വേദനയിൽ, അവളുടെ ബുദ്ധിമുട്ടിൽ നമ്മൾ കൈത്താങ്ങുക ചെയ്യേണ്ടത്. ഭർത്താവിൻ്റെ പ്രശ്നങ്ങളിൽ നമ്മൾ റിജക്റ്റ് അല്ല ചെയ്യേണ്ടത്, അവനെ സപ്പോർട്ട് ചെയ്യുന്നയാ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു കുടുംബം ദൈവസന്നിധിയിൽ വന്ന് അർപ്പിക്കുന്ന ആരാധന അത് ജീവനും വിശുദ്ധിയുള്ളതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് പൗലോസ് ലേഖനത്തിൽ പറയുന്ന പോലെ, let us submit our body unto the Lord as a sacrifice. Let it be a living and holy sacrifice which is acceptable unto the Lord. Praise the Lord. അങ്ങനെയാണെങ്കിൽ നാം വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ, ലിവിങ് ആയിരുന്നു. ഇഫ് യു വോണ്ട് ടു ഹോളി, നാം ഈ ലോകത്തിന്റെ അനുരൂപരായി മാറല്ലേ. ഇഫ് യു വോണ്ട് ടു ബി ഹോളി, ഡു നോട്ട് കൺഫോം ടു ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. എന്നാ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് ആ ഭാഗം ഒന്ന് വായിച്ച, രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ച, 12:2, 12:2. I'm going to close now. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. Praise the Lord. Do not copy the behavior and the custom of this world, but let God transform you into a new person by changing the way what you think. Praise the Lord. അപ്പം നാം ഈ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ആരാധിക്കണമെങ്കിൽ നാം ഈ ലോകത്തിന്റെ പാറ്റേണായി മാറാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഈ ലോകത്തിന്റെ അനുരൂപരായി മാറാൻ പറ്റത്തില്ല. നാം ദൈവത്തിന്റെ തിരുഹിതം എന്താന്ന് തിരിച്ചറിഞ്ഞ് ആ ലക്ഷ്യത്തോട്ട് ഓടുകയെന്നേ ഉള്ളൂ.
പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഏറ്റെടുക്കാം, സഭയായി ഒന്നിച്ച് എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞൊരു കാര്യമാണ്, ഈ ആരാധന നാം അർപ്പിക്കുമ്പോൾ that worship, let that sacrifice what you offering unto the Lord be living and holy. അതാണ് acceptable unto the Lord. അങ്ങനെ ഹോലി ആണെങ്കിൽ ദൈവസന്നിധിയിലും കുടുംബത്തിലും സഭയിലും പ്രിറ്റൻഡിങ് ലവ് അല്ല വേണ്ടിയത്. ഇറ്റ് ഷുഡ് ബി എ ജെൻവിൻ ആൻഡ് അഫെക്ഷനേറ്റ് ലവ്. അതാണ് പൗലോസ് 9 പറയുന്നത്, ലെറ്റ് യുവർ ലവ് ബി ജെൻവിൻ ആൻഡ് അഫെക്ഷനേറ്റ്. ഇന്നു മുതൽ നാം പ്രിറ്റൻഡിങ് അല്ല ചെയ്യേണ്ടത്. ദൈവസന്നിധിയിൽ പറയേണ്ടിയെല്ലാം പറഞ്ഞ്, കുടുംബജീവിതത്തിൽ പറയേണ്ടിയെല്ലാം പറഞ്ഞ് ക്രമീകരിച്ച് എന്ത് ചെയ്യുന്നറിയാമോ, ഒരു നല്ലൊരു ആത്മാവിൽ നാം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ പണിയപ്പെടേണ്ടിയെല്ലാം പണിയപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അതിപരിശുദ്ധനായ സ്വർഗ്ഗപിതാവേ, വീണ്ടും ഞങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കടന്നു വരുന്ന കർത്താവേ, സഭയായി ഞങ്ങൾ ഒന്നിച്ചുകൂടി ദൈവവചനം കേൾക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, സഭയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങേ അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. ഓരോ കുടുംബങ്ങൾ, ഇന്ന് ദൈവശബ്ദം കേട്ട കുടുംബം ആരൊക്കെ കർത്താവ് ഈ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു, ഞെരുക്കത്തിലിരിക്കുന്നു, അവർ ക്രൈസിസിൽ കൂടെ കടന്നു പോകുന്നു, അവരെ ഹൃദയത്തിൽ ആരോടും പറയാതെ വിങ്ങി ആകുലപ്പെട്ടിരിക്കുന്നു, ഓ റബ ശകരാധനാദിയ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ആ ബന്ധനമെല്ലാം അഴിച്ചു മാറ്റി അവരെ ഫ്രീ ആക്കണമേ. ഒരു സോറി പറയുവാൻ, ഒരു ഹൃദയം തുറന്ന് പറയുവാനുള്ള ഒരു മനസ്സ് അവർക്ക് കൊടുക്കുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കർത്താവെ, പിരിഞ്ഞു കിടക്കുന്ന കുടുംബങ്ങൾ, ഹല്ലേലൂയ കർത്താവെ, ഡിവോഴ്സിന്റെ വക്കിലിരിക്കുന്ന കുടുംബങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് അവരെ വീണ്ടും പണിയുടെ കർത്താവെ, അവർ ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കുവാൻ, അവർ മറക്കേണ്ടടുത്ത് മറക്കുവാൻ, അവർ സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, ദൈവത്താൽ പണിയപ്പെട്ട് ഒരു കുടുംബവും പിരിഞ്ഞു നിൽക്കുവാൻ, 2 റൂമിൽ കിടക്കുവാനല്ല കർത്താവെ, അവരെ അകറ്റി നിർത്തിയിരിക്കുന്ന പിശാചിന്റെ എല്ലാം തന്ത്രങ്ങളെയും നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, സ്വസ്ഥതയും സമാധാനവും ദൈവ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഈ സഭ ദൈവം വളർത്തി പണിതെടുക്കുന്നതിനാൽ സ്തോത്രം. അണദാസിനെയും കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ശക്തമായി കർത്താവെ, അങ്ങേ ആഗ്രഹിക്കുന്ന പോലെ ഓട്ടമോടി തികയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് അണദാസന്മേൽ അഭിഷേകം പകരുന്നതിനാൽ സ്തോത്രം. കൂടി വന്നിരിക്കുന്ന ദൈവമക്കളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരനുഗ്രഹപ്പെടട്ടെ പിതാവേ. എല്ലാ മഹത്വം അങ്ങേക്ക് മാത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സമയം തന്ന എല്ലാം ദൈവദാസനും ദൈവമക്കൾക്കും നന്ദി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.